എല്ലാവർക്കും നമസ്കാരം. സിലബസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ് കുറേ ദിവസമായെന്നറിയാം. ആക്ച്വലി സെറ്റിന് കൂടെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ലാഗ് വന്നത്. കേട്ടറ്റ് 1, 2, 3 എന്നീ പരീക്ഷകളുടെ നമ്മളുടെ ടീച്ചർമാരടക്കമുള്ള ഞാനടക്കമുള്ള ടീച്ചർമാരൊന്ന് ഇരുന്ന് മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്, ജസ്റ്റ് കഴിഞ്ഞു പോയ എക്സാമിൽ നിന്ന് പോലും വ്യത്യാസം വന്നിട്ടുള്ള ഒരു പേപ്പറായിരുന്നു നമുക്ക് ഈ ഒരു കേട്ടറ്റ് ജനുവരിയിൽ നടന്നിട്ടുള്ളത് കാണാൻ പറ്റിയത്. അതിൻ്റെ ചെറിയ ഒരു മൂവി റിവ്യൂ പോലെ പറയാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും ഒരു ചെറിയ റിവ്യൂ അല്ലെങ്കിൽ ഒരു അനാലിസിസ് മാത്രമാണ് പറയുന്നത്. കേട്ടറ്റ് 1, 2, 3 കവർ ചെയ്യാൻ ശ്രമിക്കാം. കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കേട്ടറ്റ് 1ൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തമായിട്ട് തന്നെ പറയാം. 1 ആയാലും 2 ആയാലും 3 ആയാലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിലബസ് ഉണ്ട്. പറഞ്ഞു തുടങ്ങാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ B.Ed എന്ന് പറയുന്ന കോഴ്സിൻ്റെ സിലബസ് ഇപ്പോൾ നമ്മൾ 2 വർഷമാക്കിയതിന് ശേഷം പഠിക്കുന്നവരാണ് നമ്മളെല്ലാം. ആ സിലബസ് ഇന്നും മാറിയിട്ടില്ല. ഇനിയിപ്പോൾ NEP പ്രകാരമുള്ള പുതിയൊരു B.Ed വരുമ്പോൾ അതിൻ്റെ സിലബസ് മാറിയേക്കാം. പക്ഷേ ഇത്രയും കാലമായിട്ട് അല്ലെങ്കിൽ 1 ഇയറിൽ നിന്ന് 2 ഇയറിലേക്ക് മാറി. അപ്പോൾ 1 ഇയറിലെ കുറേ കാര്യങ്ങൾ എടുത്തിട്ടാണ് 2 ഇയറിൽ ഇട്ടിട്ടുള്ളത്. 2 ഇയറിൻ്റെ സിലബസ് ഇതുവരെ മാറിയിട്ടില്ല. ഇനി മൊത്തമായിട്ടേ മാറുള്ളൂ. അത്രയും വലിയ എന്നാൽ മാറാത്തതായിട്ടുള്ള അൺചേഞ്ചിങ് ആണല്ലോ അത്. അത്രയും വലിയൊരു സിലബസാണ് അവിടെ ഇരിക്കുന്നത്. സിലബസിൻ്റെ വലിപ്പമായാലും എന്നാൽ അത് മാറാത്തതായാലും അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാൽ കേട്ടറ്റ് പരീക്ഷ ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വലിയൊരു വ്യത്യാസത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സിലബസ് ഇവിടെ നിൽക്കുന്നു, കേട്ടറ്റിൻ്റെ പരീക്ഷ ഇവിടെ മാറി വരുന്നു, വളരെയധികം മാറിയിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ആ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം, അതാണ് തംബ്നെയിലിൽ കൊടുക്കാനുള്ള കാര്യം. കാരണം B.Ed സിലബസ് ഇവിടെ നിൽക്കുമ്പോൾ B.Edുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഇത് പാസ്സാവില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഈ ഒരു പരീക്ഷ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണം അത് എത്രത്തോളം ഡീപ്പറായിട്ട് ചോദിക്കുന്നുണ്ട്. സെറ്റ് പരീക്ഷയായാലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. അതിന് നമ്മളൊരു വീഡിയോ ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നു, ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നു. ഇപ്പോൾ ആദ്യത്തെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങി എന്നുള്ളതാണ്. അതായത് ഒരു 2-3 വർഷങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ച ഒരു ലെവലിൽ കുറച്ച് ഒരു 5-6 വർഷം മുന്നേ ആണെങ്കിൽ പോലും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കാണാൻ പറ്റുമായിരുന്നു. ഈ ആൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഈ ഒരു ഓപ്പറേഷൻ സ്റ്റേജ് ഏതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ തിയറി ഏതാണ്, ഇങ്ങനെയുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം വളരെയധികം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കുറഞ്ഞു. അതുകൊണ്ട് എന്താ, പഠിക്കുമ്പോൾ ഒന്നെങ്കിൽ ഡീപ്പറായിട്ട് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഡീപ്പറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ആളുടെ ഒരു സ്റ്റേജ് പഠിച്ചു, ഒരാളുടെ ഒരു കാര്യം പഠിച്ചു, അല്ലെങ്കിൽ ഒരു തിയറി പഠിച്ചു, അതിൻ്റെ ആളെ പഠിച്ചു. ഇപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരു പിരമിഡ് തന്നിട്ട് അത് നിങ്ങൾക്ക് കണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ പിരമിഡിലെ ഒരു സ്റ്റേജാണ് അവർ ചോദിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പഠിക്കും, ഈ പിരമിഡ് ഇന്നയാളുടെയാണ് എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുകയാണെങ്കിൽ ആ പ്രത്യേക രീതിയിൽ വരുന്ന ആ ഒരു സ്റ്റേജിൽ വരുന്ന പേര് നമ്മൾ പഠിക്കാൻ മറക്കും. എല്ലാം ഓർമ്മ വരണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഡീപ്പറായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക, അറിവ് കുറച്ചും കൂടെ വർദ്ധിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതാണ് ഈ കാറ്റഗറി 1ലേക്ക് വരുമ്പോൾ നമുക്ക് ഉള്ള ഒരു കാര്യം. പിന്നെ ഈ സിലബസ് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ അതിലത്തെ അടുത്തൊരു കാര്യമാണ്, എല്ലാ മേഖലയിൽ നിന്നും എല്ലാത്തിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിയാഷെ എന്നൊരു 2-3 ചോദ്യം വരുന്നത് നമ്മൾ കണക്കാക്കാറുണ്ട്, ലേണിംഗ് തിയറീസിൽ നിന്ന് വരുന്ന കണക്കാക്കാറുണ്ട്. പക്ഷെ ഇവിടെ എല്ലാത്തിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓരോ ചോദ്യങ്ങൾ ഓരോ സെഷനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കിൽ നിന്ന് ഇടുന്ന വിധത്തിലാണ് അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതായത് എല്ലാം നമ്മൾ നോക്കി പോകേണ്ട ഒരവസ്ഥ ഇനിയുള്ള പരീക്ഷകളിൽ വരുമെന്ന് കാണാൻ പറ്റും. നിങ്ങൾ നോക്കൂ, ഒരാളെ പോലും 1-2 പ്രാവശ്യത്തിലധികം ചോദിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് വർഷം മുൻപത്തെ പേപ്പർ എടുത്താൽ പിയാഷെ എന്ന് എന്തായാലും 2-3 ചോദ്യം വരുന്നത് നമുക്കറിയാം. പട്ടി അത് ചെയ്തു, പട്ടി ഇത് ചെയ്തു, അല്ലെങ്കിൽ വേറൊരാളുടെ, പിയാഷേൻ്റെ മാത്രമല്ല വേറെ കുറേ ആൾക്കാരുടെ, ഇപ്പോൾ ഇതിൻ്റെ ആയാലും ലേണിംഗ് തിയറീസ് ആയാലും അങ്ങനെ ചെയ്യുന്ന, ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പ്രാവിൻ്റെ ആയാലും നമുക്കറിയാം ഇത്ര സെറ്റ് ഓഫ് വരുമെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരിക്കലും കാണാൻ പറ്റില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലാതായി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലേക്ക് വന്നിട്ടുണ്ട്. പിന്നീട് ഒരാളെ തന്നെ റിപ്പീറ്റ് ചോദിക്കുന്ന കാര്യങ്ങളും ഇല്ലാതായിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കേട്ടറ്റ് 1ലേക്ക് വരുമ്പോൾ നമുക്ക് സൈക്കോളജിയിൽ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ കൺഫ്യൂസ് ചെയ്യിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എല്ലാം ചിലപ്പോൾ ഒരു വാക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി തൊട്ടുള്ള പരീക്ഷകളിൽ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും സമയം ഉള്ളതിനനുസരിച്ച് വായിക്കാൻ ശ്രദ്ധിക്കണം. കാരണം മലയാളം മാത്രം വായിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇംഗ്ലീഷും കൂടെ വായിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ആ പേപ്പർ കാണുമ്പോൾ നമ്മളുടെ ടീച്ചേഴ്സ് പോലും പറഞ്ഞത്.
മലയാളം ചിലപ്പോൾ വായിച്ചാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ആ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ആ തരത്തിലാണ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പുകളാണ്. ഓക്കെ, ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഒരേപോലെ ഇരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഘടനയോ അതിനെ എന്ത് പറയുന്നു എന്നുള്ളതെല്ലാം ഒരുപോലെ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. എല്ലാത്തിൽ നിന്നും ഇപ്പോൾ സൈക്കോളജി കഴിഞ്ഞാൽ കണക്കിലേക്ക് വരികയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള അധികം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റില്ല. ഇംഗ്ലീഷ് ആണെങ്കിലും ഇംഗ്ലീഷിൽ എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെൻസ് ആണെങ്കിലും ഗ്രാമർ ആണെങ്കിലും പ്രിപ്പോസിഷൻ ആണെങ്കിലും പാർട്സ് ഓഫ് സ്പീച്ച് ആണെങ്കിലും റിപ്പോർട്ടഡ് സ്പീച്ച് ആണെങ്കിലും എല്ലാം ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് വന്നിട്ടുണ്ട്. അതായത് എല്ലാം അവർക്ക് ആവശ്യമുണ്ട്. എല്ലാം അറിയുന്ന ഒരു ടീച്ചേഴ്സിനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് പരീക്ഷാ ഭവൻ അല്ലെങ്കിൽ PSC എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർത്തിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ പഠിച്ചു പോകുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് മാറുന്നുണ്ട്. ഒബ്ജക്റ്റീവ് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ PSC പരീക്ഷ നടക്കുന്നത് പോലെയായിട്ട് മാറാൻ നമുക്ക് വളരെയധികം സാധ്യതയുണ്ട്. അതാണ് പേപ്പർ 1 പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി പേപ്പർ 2 വന്നു കഴിഞ്ഞാൽ സൈക്കോളജി ഇതേ മോഡലിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ കുറച്ചും കൂടെ ഈസി ആണെന്ന് തോന്നാം. ശരിയാണ്, ഈസി തന്നെയാണ്. മലയാളം എല്ലാം ചോദിച്ചിട്ടുണ്ട്, സമാസം ചോദിച്ചിട്ടുണ്ട്, സന്ധി ചോദിച്ചിട്ടുണ്ട്, പ്രധാനപ്പെട്ട വർക്കുകൾ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത വീഡിയോസ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് പോലും വന്നിട്ടുണ്ട്. ഇത് റിപ്പീറ്റഡ് ചോദ്യമാണെങ്കിൽ പോലും ബാക്കിയുള്ള ചോദ്യങ്ങളൊന്നും അങ്ങനെ കണ്ടു കാണാത്ത ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒരു സന്ധി ഏതാണ്, സമാസം ഏതാണ് എന്ന് പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും അത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. അത് പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇനിയുള്ള കേട്ടറ്റ് പരീക്ഷ എഴുതുമ്പോൾ. കാരണം അങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, PSC ലെവലിലേക്ക് ചോദ്യങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അത്രയും ഉദ്യോഗാർത്ഥികൾ ഉണ്ട് ഇവിടെ. ആക്ച്വലി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കണ്ടേ. 90 മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് പ്രാപ്യമാണ്, പോസിബിളാണ്. കാരണം എന്താ, 90 മാർക്കിലുള്ള ചോദ്യങ്ങൾ എന്തായാലും അവർ തന്നിട്ടുണ്ട്. പക്ഷേ അതിൽ പോലും നമ്മളുടെ ഏറ്റവും മികച്ചത് കൊണ്ടുവരുന്ന ആൾക്കാരെ മാത്രമേ എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് പേപ്പർ 2 ഒരു സൈക്കോളജിയും ഇങ്ങനെ വന്നിട്ടുള്ള മലയാളമാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും. എല്ലാം ചോദിച്ചിട്ടുണ്ട്. അതിലെ ഇപ്പോൾ റീഡിങ് കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള മലയാളം ഇംഗ്ലീഷ് നോക്കുകയാണെങ്കിൽ അത് മാത്രം എളുപ്പമാണെന്ന് നമുക്ക് പറയാം. കാരണം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ മലയാളത്തിലെ ചോദ്യങ്ങളാണെങ്കിൽ പോലും അധികം കൺഫ്യൂസ് ചെയ്യുന്ന തരത്തിലെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. കാരണം എന്താ, അത് കുറച്ച് കാരണം മലയാളമൊക്കെ നമ്മൾ കഴിഞ്ഞ പേപ്പറിൽ അതിന് മുന്നത്തേക്ക് നോക്കുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾ, നമുക്ക് അറിയാത്ത വാക്കുകൾ, ഇപ്രാവശ്യം അധികമൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഡയറക്റ്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി കവിതകളുടെ കാര്യമാണെങ്കിലും എഴുതിയ ആൾക്കാർ അത് അവാർഡുകൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അവ കൂടുതൽ ചോദിക്കാന്നല്ല, ഏറ്റവും കറണ്ട് അഫെയർ എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ ആണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് എന്ന് തോന്നത്തക്ക തരത്തിലാണ് ആ ഒരു ചോദ്യം കിടക്കുന്നത്. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ അവർ പഠിച്ച സബ്ജക്റ്റിൽ നിന്നുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് കിട്ടും, അത് ഉറപ്പാണ് അവിടെ. കാരണം അവർക്ക് നോളജിലുള്ള സ്പേസ് ആണ് ഈ കാറ്റഗറി 2 സോഷ്യൽ സയൻസിൽ വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ കേരള റിനൈസൻസ് ആണെങ്കിലും ചോദിച്ചു തുടങ്ങുന്ന ചോദ്യങ്ങളൊക്കെ അതാ. അപ്പോൾ അതിൽ ഏകദേശം ധാരണയുള്ള ഒരാൾക്ക് അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു എണ്ണം ഒരു 60 എണ്ണത്തിൽ 40 കൂടുതൽ മാർക്ക് എന്തായാലും ഒരു സോഷ്യൽ സയൻസിലുള്ള ആൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. സോഷ്യൽ സയൻസിൻ്റെ കാര്യത്തിൽ എളുപ്പമാണ് എന്നല്ല പറയുന്നത്, പക്ഷേ അയാൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അത് ചോദിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അവർ ചോദിക്കുന്ന പാറ്റേണിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമരങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, റിനൈസൻസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, എല്ലാം ചോദിച്ചിട്ടുണ്ട്. ഒന്ന് മാറ്റം എന്നാലും ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ. റൈറ്റ്. ഇനി ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിട്ടുള്ളത്, കാരണം ഇത് ഞാൻ മനസ്സിലാക്കിയത്, ടീച്ചർ മനസ്സിലാക്കിയതിലുപരി നമ്മളുടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ എഡ്യൂക്കേഷൻ ടെക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ നീറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചറാണ്. ആ ടീച്ചർ പറയുന്നത്, ആ ടീച്ചർ മെസ്സേജ് അയച്ച് പറഞ്ഞതാണ്, അവർ +1 +2 കുട്ടികൾക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ബേസിക്കലി ഒരു നീറ്റ് അല്ലെങ്കിൽ ഒരു JEE തരത്തിലുള്ള +1 +2 ചോദ്യങ്ങൾ പോലും കാറ്റഗറി 2 സയൻസിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അവർ അവിടെ കൊടുക്കുന്ന ചോദ്യങ്ങൾ അവർക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടപ്പോൾ മനസ്സിലായി ഇതിൻ്റെ ലെവൽ എവിടെയാണെന്നുള്ളത്. അതുകൊണ്ട് അതിൽ തന്നെ പിന്നെ ബേസിക് ആയിട്ടുള്ള സയൻസിലെ ബേസിക് സാധനങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. അതിലും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിലേക്ക് പുതിയ ടെക്നോളജിക്കലി അല്ലെങ്കിൽ അതിപ്പോൾ വൈറസുകളാവട്ടെ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ പുതിയതായിട്ട് വരുന്ന അപ്ഡേഷൻസ് ഫുള്ള് ചോദിച്ച് കാണുന്നുണ്ട്. നിങ്ങളുടെ ബേസിക് നോളജുകളെല്ലാം ഒന്ന് അടിച്ച് അല്ലെങ്കിൽ ഒരു ഉറപ്പാക്കി വെച്ചാൽ മാത്രം പോരാ, ഇന്നത്തെ സാഹചര്യത്തിലേക്ക് അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കണം. കാരണം ആ ടീച്ചർ പറയുമ്പോഴാണ് നമുക്ക് പോലും മനസ്സിലാവുന്നത് ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ചു ഏത് ഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണെന്നുള്ളത്. അവർ പറയുന്നു +1 +2 NCERT ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളുടെ ബേസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എന്താ പറയുന്നത്, കേട്ടറ്റ് 1 എന്ന് പറയുന്നത് 4ാം ക്ലാസ് വരെയുള്ള
പഠിപ്പിക്കാനുള്ളതാണ്. അത് 7ാം ക്ലാസ് വരെയുള്ള ഒരു പുസ്തകങ്ങൾ പഠിച്ചാൽ മതി. കേട്ടറ്റ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 7ാം ക്ലാസ് ആണെങ്കിൽ 10ാം ക്ലാസ് വരെ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളൊരു ലെവൽ വെക്കുന്നുണ്ടല്ലേ. പക്ഷേ ഇവിടെ നോക്കൂ, കേട്ടറ്റ് കാറ്റഗറി 2 എന്ന് പറയുമ്പോൾ പോലും അതിൽ വരുന്ന ചോദ്യങ്ങൾ +1 +2 ലെവൽ NCERTയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ആ ടീച്ചർ പറയുമ്പോഴാണ് നമ്മൾ ഒന്നും കൂടെ ഇറങ്ങി നോക്കുന്നത്. അപ്പോഴാണ് നമ്മളുടെ ടീച്ചർമാർക്കും കൃത്യമായിട്ട് ഇത് ഇന്ന ടോപ്പിക്കിൽ നിന്ന് +1 +2 ലെവലിലാണ് വന്നിട്ടുള്ളത്, നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പഠനം ഇതിലേക്ക് ഒതുക്കി നിർത്തിയാൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ സോഷ്യൽ സയൻസിലാണെങ്കിൽ പോലും നമ്മൾ 8, 9, 10 എന്ന് പഠിക്കുന്ന ഭാഗത്തിൻ്റെ ഡീപ്പറായിട്ടുള്ള ചോദ്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. അവിടെ ചോദ്യങ്ങളുടെ എന്താ പറയുക, കുറേ കൂടെ ഉള്ളിലേക്ക് കടന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ ഒരംശവും കൂടെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം കുറച്ചും കൂടെ ഹയർ ലെവലിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ വരുമെന്ന് ഉറപ്പാണ്. അതുകൂടാതെ തന്നെ ഹയർ ലെവലിലുള്ള ബുക്സ് വായിച്ച് തുടങ്ങാൻ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ അറിവ് കൂട്ടാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമ്മളാണ് ഈ പരീക്ഷ എഴുതുന്നത്. ഇപ്പോൾ ഞങ്ങളടക്കമുള്ള ഏതൊരു അക്കാഡമീസ് പരിശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് ബുക്ക് വായിച്ചു തരാൻ കഴിയില്ല. നിങ്ങൾ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ബുക്ക് വായിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതിനിപ്പോൾ എന്ത് പുസ്തകമായാലും ശരി, ഒരു ജനറൽ നോളജ്. അതുപോലെ തന്നെയാണ് ഈ ജനറൽ നോളജ് പറഞ്ഞു വന്നുകൊണ്ട് പറയാണ്, GK ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കാറ്റഗറിയിൽ തന്നെ. ഇനി 3rd കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇംഗ്ലീഷിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറയുന്ന കുട്ടികൾ പറയുന്നത് ഈ വീഡിയോസ് പോലും ഇനിയും അറിവ് വേണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്, റൈറ്റ്? അപ്പോൾ ഇപ്പോൾ അത് അനലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. കുറേ കൂടെ ഡീപ്പറായിട്ടുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. പണ്ടത്തെ ഒരു ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്സ്പിയറിൻ്റെ വർക്കുകൾ, ട്രൈഡൻ്റെ വർക്കുകൾ. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല കേട്ടറ്റ് കാറ്റഗറി 3. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിലും മലയാളം ഒക്കെ, അതാണ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുത്ത് പറയുന്നത്. അതിൽ കൃത്യമായിട്ട് വരുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീപ്പർ ലെവലിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഹയർ ഓർഡറിലേക്ക് ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോൾത്തട്ട് മാത്രമാണ്. ഇനിയുള്ള ചോദ്യങ്ങൾ വരാനുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാണ്. അതുകൊണ്ടാണ് കേട്ടറ്റ് കാറ്റഗറി 2 പോലും ആ ഒരു +1 +2 ലെവലിലുള്ള ചില ചോദ്യങ്ങൾ, എല്ലാ ചോദ്യങ്ങളും ഉണ്ടെന്നല്ല അവർ പറയുന്നത്. ഒരു 3-4 ചോദ്യങ്ങൾ മിനിമം അതിൽ കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം ആ ടോപ്പിക്കിൻ്റെ ഏറ്റവും ബേസ് ലെവലിൽ നമ്മൾ ഈ ഒരു ലെവലിൽ പഠിക്കുന്നതായിരിക്കാം. പക്ഷേ അതല്ല അവർ ചോദിക്കുന്നത്. കുറച്ചും കൂടെ ഹയർ ഓർഡർ തിങ്കിങ്ങിന് വേണ്ടിയിട്ടുള്ള അത്രയും ബുക്ക് വായിക്കുന്ന ഒരാളെ കൊണ്ടുകൂടെ ഈ പരീക്ഷ അവർ പ്രാപ്യമാകുന്നുണ്ട്. ഇത് 90 മാർക്ക് കിട്ടാനുള്ള ഒരു തടസ്സമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവർ ചോദിക്കുന്ന ലെവൽ അല്ലെങ്കിൽ ചോദിക്കുന്ന രീതികൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട്, ഇപ്പോൾ വേറെ ഏത് കാറ്റഗറി എടുത്തു കഴിഞ്ഞാലും അത് കുറച്ചും കൂടെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, പക്ഷേ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്, നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിൽ കൂടുതലായിട്ട് ഒരു അപ്ഡേഷൻ ഒന്നും ചോദിക്കുന്നില്ല. ആർട്ടിക്കിൾസിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. പക്ഷേ എല്ലാം അവർ ടച്ച് ചെയ്യുന്നുണ്ട്. അത് ഇംഗ്ലീഷ് ആണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ എന്താണെങ്കിലും അവർ കൃത്യമായിട്ട് എല്ലാ സിലബസിൻ്റെ ഭാഗങ്ങളും നോക്കിയിട്ടാണ് ഇടുന്നത്. കൂടുതൽ വൈഡറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ പോലെ ഇത്ര ചോദ്യം വരും എന്നുള്ള ഒരു ഉറപ്പ് നമുക്കിനി പറയാൻ പറ്റില്ല. കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മൊബൈൽ സ്ക്രീൻ ടൈം ഇതിനു വേണ്ടി കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ബുക്കുകളില്ലെങ്കിൽ ബുക്കുകൾ ഒന്നെടുത്ത് വായിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇനിയുള്ളൊരു മേഖലയിലേക്ക് വരുമ്പോൾ ഇത് ടഫായി വരാനേ ബാധ്യതയുള്ളൂ. ഇനി ഒറ്റ കാര്യം കൂടെ ബാക്കിയുള്ളൂ, ഒരു നെഗറ്റീവ് മാർക്കിങ്. ഇപ്പോൾ ഞങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. പണ്ട് ഇതെപ്പോഴോ പാസ്സായി വന്നത് ഏറ്റവും നന്നായി, നെറ്റും സെറ്റൊക്കെ പാസ്സായി, കേട്ടറ്റൊക്കെ പാസ്സായി വന്നത് നന്നായി. ഇനിയുള്ള കാലത്ത് ഇത് ഭയങ്കര ടഫായിട്ട് തന്നെ വരും. കാരണം അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മാത്രം മതി എന്നാണ് ഇവർ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്, നമ്മുടെ സർക്കാർ, റൈറ്റ്? അപ്പോൾ ഇതൊരു റിവ്യൂ ആയിട്ടോ അനാലിസിസ് ആയിട്ടോ മാത്രം കണക്കാക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഇപ്പോൾ കേട്ടറ്റിൻ്റെ പ്രൊവിഷണൽ കീ വന്നിട്ടുണ്ട്. അത് ചെക്ക് ചെയ്യാതിരിക്കുകയോ എന്നുള്ളത് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങളുടെ ഒരു ഹാബിറ്റാണ്. എന്തായാലും അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒരു റെക്ടിഫൈഡ് കീ കിട്ടും. ഇപ്പോൾ നമ്മളടക്കം ചെയ്ത കുറേ വീഡിയോസ്, എല്ലാ അക്കാഡമികളും ചെയ്യുന്ന പോലെ ചെയ്ത വീഡിയോസിലെ നമ്മൾ പറയുന്ന ഉത്തരങ്ങൾ പോലും ചിലപ്പോൾ തെറ്റായെന്ന് വരാം. അവരിടുന്ന പ്രൊവിഷണൽ കീ ലിസ്റ്റിൽ പോലും വ്യത്യാസങ്ങൾ വന്നു എന്ന് വരാം. അപ്പോൾ റെക്ടിഫൈഡ് കീ ഇനിയും വരാനുണ്ട്. അതിനുശേഷം ഒരു 1 മാസം 1.5 മാസത്തോളമാണ് സമയം വരിക. എന്തിന്? നമ്മളുടെ കേട്ടറ്റിൻ്റെ ഒരു നമ്മൾ എത്ര പേര് പാസ്സായി എന്നുള്ള എക്സാമിൻ്റെ ഒരു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് 1 മാസം 1.5 മാസത്തോളം വരും. അപ്പോൾ ഒരു
മെയ് അല്ല, മാർച്ച് അവസാനം അല്ലെങ്കിൽ ആ ഒരു ടൈമിലേക്ക് നമുക്ക് എന്തായാലും ഇത് വന്ന് തീരേണ്ടതാണ്. എന്നാലേ ഏപ്രിലിൽ അല്ലെങ്കിൽ മാക്സിമം മെയ്യിൽ വിളിച്ചിട്ട് ഒരു ജൂണിൽ അടുത്ത എക്സാം നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ വായന കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സ്ക്രീൻ ടൈമാണ്, അതായത് സോഷ്യൽ മീഡിയ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ടല്ലേ. ഇതെല്ലാം ഉപയോഗിക്കുന്നത് നല്ലതാണ്, പക്ഷേ നമ്മളുടെ അറിവിനെ മാറ്റിവെക്കുന്ന ആ ഒരു ടൈം നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇനിയുള്ള ഒരു 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 ടഫ്നെസ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇനിയും വീഡിയോസുമായിട്ട് വരുന്നുണ്ട്. കാരണം ദിസ് ഈസ് അഫ്കോഴ്സ് ഫ്രീ ആണ് ഈ ഒരു നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരെയും കൂട്ടുകാരെ അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ക്ലാസ്സസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ആൻഡ് സീ യു.